ഇന്നത്തെ വർക്ക് എന്ന് പറയുന്നത് ഉള്ളത് KJ തോമസ് മെമ്മോറിയൽ ഹോസ്പിറ്റലിലെ പുതിയതായിട്ട് വരുന്ന എക്സ്റേ റൂമിന്റെ വയറിംഗ് ആയിരുന്നു. അപ്പോൾ അതിന്റെ വയറിംഗ് കാണിച്ചുതരാം. ഇത് എക്സ്റേ മെഷീന് വേണ്ടിയിട്ടുള്ള 2 പവർ സോക്കറ്റാണ്. അതിന്റെ അർത്ഥം നമ്മളിവിടെ പവർ സോക്കറ്റിന്റെ അർത്ഥം നമ്മൾ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. എക്സ്റേ മെഷീന് വേണ്ടിയിട്ടുള്ള അർത്ഥം നമ്മൾ കൊണ്ടുപോയി നിർത്തി അർത്ഥം വാറടിച്ച് നിർത്തിയേക്കുന്നു. അപ്പോൾ ഇതിൽ നിന്ന് നമ്മൾ പുറത്തോട്ടിട്ടുണ്ട് പ്ലേറ്റ് എർത്തിങ് ചെയ്യുന്നുണ്ട്. പിന്നെ ഇതിനകത്ത് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ 3 ലൈറ്റ്, 1, 2, 3 ലൈറ്റ്. ഈ 3 ലൈറ്റിൽ ഒരു ലൈറ്റ് പിന്നെ UPS-ലാണ്. അതുപോലെ ഇവിടെ 2 പ്ലഗ് കൊടുത്തിട്ടുണ്ട്. അത് നമുക്ക് നെറ്റിന്റെ മോഡും കാര്യങ്ങളൊക്കെ വെക്കുന്നതിന് വേണ്ടിയാണ്. അത് UPS കണക്ഷനാണ്. അത് ഇതിൽ ഒരു ലൈറ്റ് UPS-ന്റെ ഉണ്ട്. ബാക്കി ഈ റൂമിലെ എക്സ്റേ റൂമിലെ സ്വിച്ച് ലൈറ്റിന്റെയും ഫാനിന്റെ ഒക്കെ കൺട്രോൾ കൊടുത്തിരിക്കുന്നു. പിന്നെ ഇതെന്ന് പറയുന്നത് ഡാർക്ക് റൂം അല്ലെങ്കിൽ CTC റൂം എന്ന് പറയുന്നത് ഇവിടെയാണ്. ഇതിനകത്ത് വന്നേക്കുന്ന വയറിംഗ് എന്ന് പറഞ്ഞാൽ ഇതിപ്പോ ഇത്രയും സാധനങ്ങൾ ഇതിനകത്ത് വന്നിട്ടുണ്ട് ഉണ്ടല്ലേ. അതായത് പിന്നെ നമ്മുടെ KCB ലൈന് മെയിനായിട്ട് ഇത് ഈ കാണുന്ന KCB മെയിൻ സ്വിച്ച് എന്ന് പറയുന്നത് ക്യൂബിക്കൽ മെയിൻ സ്വിച്ചിലേക്ക് 3 ഫേസിന്റെ ലൈൻ വന്നിട്ടുണ്ട്. അതിൽ നേരെ VDB-യിലേക്ക് പോകുന്നു. VDB-ന് നേരെ പിന്നെ 3 dB വെച്ചിട്ടുണ്ട്. അതിലേക്ക് പിന്നെ ഈ DB എക്സ്റേയിലേക്കുള്ള പവർ മാത്രം കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ്. പിന്നെ ഇതിൽ നിന്നാണ് നമ്മുടെ AC-യുടെയും മറ്റ് ലൈറ്റിന്റെ അതായത് നോർമൽ ലൈറ്റിന്റെയും അതുപോലെ UPS-ന് വേണ്ടിയിട്ടുള്ള ഈ KCB ഇൻപുട്ട് എല്ലാം VDB എന്നാണ് കൊടുത്തിട്ടുള്ളത്. പിന്നെ ഇത് UPS-ന് വേണ്ടി മാത്രമുള്ളത്. UPS-ന്റെ കണക്ഷൻ കൂടെയാണ് ചെയ്തിരിക്കുന്നത്. ഇത് പിന്നെ KCB ഇൻപുട്ട് UPS ഔട്ട്പുട്ട് ഇങ്ങനെ 2 പ്ലഗ് വെച്ച് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇതിന്റെ ഔട്ട്പുട്ട് നേരെ പോകുന്നത് ഈ UPS-ന്റെ DB-യിലേക്കാണ്. ഈ UPS-ന്റെ DB-യിൽ നമുക്ക് 2 ലൈറ്റും പിന്നെ നെറ്റിന്റെ 2 സോക്കറ്റും പിന്നെ ഇവിടെ CTC റൂമിലെ കമ്പ്യൂട്ടർ മറ്റേ എക്യുപ്മെന്റ് അതിനെല്ലാം വേണ്ടിയിട്ട് നമുക്ക് ഇവിടെ ഒരു 6 പ്ലഗ് വെച്ച് എടുത്തിട്ടുണ്ട്. അത് UPS ഓൺലൈൻ UPS-ൽ വരുന്ന. പിന്നെ ഈ റൂമിൽ വരുന്നത് വെച്ച് കഴിഞ്ഞാല് പിന്നെ ഈ റൂമിന്റെ ലൈറ്റ് കൺട്രോള്, ഇത് പിന്നെ AC കൺട്രോള്, പിന്നെ ഈ സോക്കറ്റ് ഇത് KCB ലൈനാണ്. അതുപോലെ പിന്നെ ഇവിടെ ഒരു ലൈറ്റിന് വേണ്ടി ട്യൂബ് ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. പിന്നെ ലൈറ്റിനകത്ത് AC വരുന്നുണ്ട്. ഈ റൂമിലാണ് പിന്നെ എക്സ്റേ ടെക്നീഷ്യൻ ഉണ്ടാവുക. ഇവിടെയാണ് എക്സ്റേ ഡെവലപ്പ് ചെയ്യുന്നതും കാര്യങ്ങളൊക്കെ നടക്കുന്ന പ്രോസസ്സ് നടക്കുന്നത് ഇവിടെയാണ്. അതിന്റെ കമ്പ്യൂട്ടർ കാര്യങ്ങളെല്ലാം ഈ VTC റൂം എന്ന് പറയുന്ന അവിടെ അല്ലെങ്കിൽ ഡാർക്ക് റൂം എന്ന് പറയുന്നത് ഇതിനകത്താണ് ഉണ്ടാകുക. അപ്പോൾ നമ്മൾ ഈ DB-കളെല്ലാം തന്നെ വയർ ഉപയോഗിച്ച് എർത്ത് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ കോപ്പർ ഉപയോഗിച്ചും നമ്മൾ എർത്ത് ചെയ്തിട്ടുണ്ട്. എർത്തെല്ലാം കൂടെ കൊണ്ടുവന്നിട്ട് നമ്മളൊരു എർത്ത് ബാറിലോട്ട് കണക്ട് ചെയ്തിട്ട് പുറത്തേക്ക് നമ്മൾ ഒരു പ്ലേറ്റ് എർത്തിങ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇത്രയാണ് ഒരു എക്സ്റേ റൂമിന്റെ ഇതിനകത്ത് വരുന്ന മെയിനായിട്ടുള്ള വയറിങ്. അപ്പൊ ഇത് നിങ്ങളെ ഒന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. അതുപോലെ നമ്മൾ ഈ എക്സ്റേ റൂമിലേക്കുള്ള പിന്നെ എക്സ്റേ മെഷീനിലേക്കുള്ള ഇത് ലൈറ്റ് നമ്മുടെ പവർ ഓൺ ആക്കുന്ന സമയത്ത് തന്നെ നമ്മുടെ എക്സ്റേ റൂമിന്റെ പുറത്ത് ഒരു റെഡ് ലൈറ്റ് തെളിയണം. എക്സ്റേ വർക്കിംഗ് ആണെന്നുള്ളതിന്റെ അത് കാണിച്ചു തരാം നിങ്ങളെ. അത് ഓൺ ആക്കുമ്പോൾ ആ റൂം ആ ലൈറ്റാണ് നമ്മുടെ എക്സ്റേ ഓൺ ആണെന്നുള്ളതിന്റെ ഇൻഡിക്കേഷൻ. അപ്പൊ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇതൊക്കെ ഒന്ന് നിങ്ങളെ കാണിച്ചു തരാൻ വേണ്ടി വീഡിയോ എടുത്താണ്. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. ഓക്കെ.